ഹായ് എല്ലാവർക്കും നമസ്കാരം. RRB NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന്റെ അപ്ലിക്കേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 20-ാം തീയതി ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്, അതായത് നവംബർ 20 ഇന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇപ്പോൾ ഒരാഴ്ച കൂടി എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. 27-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. 27-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ 29-ാം തീയതി വരെ നമുക്ക് ഫീ പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. 2 ദിവസം കൂടി ഫീ പേയ്മെന്റിന് അധികമുണ്ട്. ക്ലിയർ? അപ്പോൾ നമ്മുടെ പല വീഡിയോയിലും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, കമന്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് NCL കിട്ടിയില്ല, അതുപോലെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരാഴ്ച കൂടി ചാൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ ചാൻസ് മിസ്സാക്കരുത്. അതുപോലെ മോഡിഫിക്കേഷൻ വിൻഡോ 30 മുതൽ 9-ാം തീയതി വരെ, ഡിസംബർ 9-ാം തീയതി വരെ മോഡിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്കറിയാം, മോഡിഫിക്കേഷൻ വിൻഡോയുടെ സമയത്ത് നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് അത്. അപ്പോൾ വെറുതെ ചെയ്യാൻ പറ്റില്ല, അവിടെ ഫീ പേയ്മെന്റും ഉണ്ട്. ക്ലിയർ? അതുപോലെ ആ സമയത്ത് നമുക്ക് OTR-ൽ വൺ ടൈം രജിസ്ട്രേഷനിൽ നമ്മൾ ചെയ്ത ബേസിക് ഡീറ്റെയിൽസ് ഒന്നും അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ക്ലിയർ? അതുപോലെ സ്ക്രൈബിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് 10 മുതൽ 14-ാം തീയതി വരെ കൊടുക്കാൻ പറ്റുന്നതാണ്. ക്ലിയർ? അപ്പോൾ ഇത് ഗ്രാജുവേറ്റിന്റെ ആണ് ഇപ്പോൾ പുതിയത് വന്നിട്ടുള്ളത്. സെയിം ഡേറ്റ് തന്നെയാണ് അണ്ടർ ഗ്രാജുവേറ്റിന്റെ. അണ്ടർ ഗ്രാജുവേറ്റ് ഓൾറെഡി നേരത്തെ എത്രയാണ്, ഇതാണ് നമുക്ക് നേരത്തെ വന്നിട്ടുള്ളത്. ഇപ്പോൾ രണ്ടും ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും നമുക്ക് 27-ാം തീയതി വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്ലിയർ? അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടിനും 27-ാം തീയതി വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി പലർക്കുള്ള ഡൗട്ടാണ്, നമ്മളെ പല വീഡിയോയിലും പല ആൾക്കാരും ചോദിക്കുന്നത്, ഇപ്പോഴും പലരും ചോദിക്കുന്ന ഡൗട്ടാണ്, NCL ഏത് സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ള NCL. ഇതാണ് നമ്മൾ അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴി എടുക്കുന്ന NCL. അപ്പൊ ഇത് 2 കൊടുത്താലും നിങ്ങൾക്ക് മതി. ക്ലിയർ? ഈ 2 NCL കൊടുത്താലും നിങ്ങൾക്ക് ഓക്കെയാണ്. പിന്നെ ഈ ഫോമിലുള്ള, അതായത് നോട്ടിഫിക്കേഷനുള്ള ഫോമിലാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ കുറച്ച് ലേറ്റ് ആവും. അതുകൊണ്ടാണ് അക്ഷയ വഴി കൊടുത്താൽ നമുക്ക് 7 ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്താൽ 7 ദിവസത്തിനുള്ളിൽ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സിന്റെ വീഡിയോ ഉണ്ട്, ആ വീഡിയോ നിങ്ങൾ കാണാം. ഓക്കെ. പിന്നെ പലരും ഒരു കാര്യം കൂടി ചോദിക്കാറുണ്ട്, കഴിഞ്ഞ വർഷം എടുത്ത NCL യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ കഴിഞ്ഞ വർഷം എടുത്ത NCL യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് ഏപ്രിൽ 1-ന് ശേഷം എടുത്ത നമ്മുടെ NCL സർട്ടിഫിക്കറ്റ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ക്ലിയർ? ഇപ്പൊ ക്ലിയർ അല്ലേ? ഒരു കാര്യം നിങ്ങൾ ചോദിച്ചത് നോട്ടിഫിക്കേഷനിൽ കൊടുത്ത സെയിം ഫോർമാറ്റിൽ തന്നെ വേണോ? അങ്ങനെയില്ല, അക്ഷയ വഴി എടുത്ത NCL മതി. പിന്നെ അടുത്ത കാര്യം നിങ്ങൾ ചോദിച്ചത്, കഴിഞ്ഞ വർഷം കൊടുത്ത NCL ഓക്കെ ആണോ, അതായത് കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയ NCL ഓക്കെ ആണോ? അല്ല. കാരണം ഇതിൽ പറയുന്നുണ്ട്, ഈ ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് 2025 ഏപ്രിൽ 1-ന് ശേഷം എടുത്ത NCL മാത്രമേ വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാം. എത്രയാണ്? 27-ാം തീയതിയാണ് അപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ്. ക്ലിയർ? അതുപോലെ JEE അപ്ലൈ ചെയ്യുന്നവർക്ക് ലാസ്റ്റ് ഡേറ്റ് എത്രയാണ്? NTPCന്റെ ലാസ്റ്റ് ഡേറ്റ് ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും 27 അതുപോലെ JEE ആണെങ്കിൽ അവർക്ക് 30-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പൊ ഇനി നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, അതായത് NTPC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്, അതുപോലെ ഗ്രാജുവേറ്റ് ഉണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് ഉണ്ട്. അപ്പൊ ഇതിന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ലോങ് ടേം നമ്മുടെ സ്കോർ അക്കാഡമിന്റെ ലോങ് ടേം NTPC ബാച്ച് ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിൽ ക്ലാസ് ഉണ്ട്, ഷോർട്ട് നോട്ട് ഉണ്ടാവും, അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങളിപ്പോ നമുക്ക് കഴിഞ്ഞൊരു എക്സാം വിളിച്ച ഓർമ്മയുണ്ടോ? സെക്ഷൻ കൺട്രോളർ. അപ്പൊ നിങ്ങൾ സെക്ഷൻ കൺട്രോളറിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ NTPC ഉണ്ട്, JEE ഉണ്ട്. ഇതിന് 3-നും നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ള ഡൗട്ടിലാണെങ്കിൽ ഇത് 3 നമുക്ക് ഒന്നിച്ച് പഠിക്കാനുള്ള കോഴ്സ് ഉണ്ട്. സൂപ്പർ കോംബോ. ഈ 3 എക്സാമിനും കൂടി, അതായത് JEE, NTPCയിൽ തന്നെ 2 ഉണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് ഉണ്ട്, അതുപോലെ സെക്ഷൻ കൺട്രോളർ. അപ്പൊ ഈ 3 എക്സാമിനും ഒരുമിച്ച് പഠിക്കാൻ നമ്മുടെ സൂപ്പർ കോംബോ ഉണ്ട്. അപ്പൊ ഇതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വർഷം തന്നെ നിങ്ങൾക്കൊരു കേന്ദ്ര സർക്കാർ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരട്ടെ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.